അടൂർ മണ്ഡലത്തിന്റെ വികസന ഭൂപടത്തിൽ പുതിയ ചരിത്രം എഴുതുകയാണ് കിഫ്ബി പദ്ധതികൾ. ഏകദേശം 1500 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികളാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം മുതൽ അടിസ്ഥാന സൗകര്യ വികസനം വരെ നീളുന്ന ഈ മാറ്റങ്ങൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുകയാണ്. പൊതുസൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബി മുഖേന 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അടൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. പൊതുജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് അടൂർ ജനറൽ ആശുപത്രിയുടെ പുതിയ മന്ദിരവും സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന അടൂർ കോടതിക്കായി പുതിയ സമുച്ചയവും സജ്ജമാകുന്നത്. ഇതിനു പുറമെ അടൂർ ഫയർ സ്റ്റേഷനും പുതിയ ആധുനിക കെട്ടിടത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കിഫ്ബിയിലൂടെ മാത്രം ഏകദേശം 96,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അടൂർ അസംബ്ലി മണ്ഡലത്തിലും നിരവധി പദ്ധതികളാണ് ഈ 10 വർഷമായി നടപ്പാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം അടൂരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ 15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി മാസം അവസാനത്തോടെ അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. അടൂരെ ഫയർ സ്റ്റേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോടതി സമുച്ചയം 1ാം ഘട്ടം പൂർത്തീകരിച്ചു. ഇപ്പോൾ 2ാം ഘട്ടം ഈ മാസം അവസാനത്തോട് പൂർത്തീകരിക്കും. അതുകൂടാതെ പള്ളിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കൊടുമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവ രണ്ടും നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ കൊടുമൺ ഇന്റർനാഷണൽ സ്റ്റേഡിയം, നമുക്ക് 2 സ്റ്റേഡിയങ്ങളാണ് അടൂരിൽ അനുവദിച്ചത്. ഒന്ന് കൊടുമൺ ഇന്റർനാഷണൽ സ്റ്റേഡിയവും അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയവും. കൊടുമൺ സ്റ്റേഡിയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അടൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് പണം അനുവദിച്ചു. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ, സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് നിർമ്മാണം വൈകിയത്. ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാൻ പോകും. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ മണ്ഡലത്തിലെ പ്രമുഖ വിദ്യാലയങ്ങളെല്ലാം പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. തൃച്ചേന്ദമംഗലം, തോട്ടക്കോണം, കിഴക്കുപുറം, അടൂർ ബോയ്സ് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം അവയിൽ ചിലതു മാത്രം. പ്രധാനമായി കിഫ്ബി പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി, അതുപോലെ സ്കൂളുകൾ, മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള മേഖലകളിലാണ് കിഫ്ബിക്ക് പണം ഈ മണ്ഡലത്തിൽ കൂടുതലായി ചെലവഴിച്ചത്. അതുപോലെ തന്നെ ശ്മശാനത്തിന് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്, സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവഴിച്ചു, മാർക്കറ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഫ്ബി ഫണ്ട് ലഭിച്ച സ്ഥലമാണ് അടൂർ. ഇപ്പോൾ തോട്ടക്കോണം ഹൈസ്കൂള്, അടൂർ ഗവൺമെൻറ് ഹൈസ്കൂള്, തെങ്ങമ ഹൈസ്കൂള്, പള്ളിക്കൽ തൃച്ചേന്ദമംഗലം ഹൈസ്കൂള്, കിഴക്കുപുറം ഹൈസ്കൂള്, അതുപോലെ ഏഴംകുളം LP സ്കൂളുകൾ, അടൂരിലെ ഇരട്ടപ്പാലം, അടൂർ നഗരസഭയിലെ ശ്മശാനം, സ്റ്റേഡിയം, കൊടുമണ്ണ് സ്റ്റേഡിയം, അന്താരാഷ്ട്ര സ്റ്റേഡിയം അടക്കമുള്ള മേഖലകളിലേക്ക് കിഫ്ബിയുടെ ധാരാളം ഫണ്ടാണ് കിട്ടിയത്. കൊടുമൺ സ്റ്റേഡിയത്തിന് മാത്രമായി 20 കോടി രൂപയോളം കിട്ടി. അടൂർ സ്റ്റേഡിയത്തിന് 13.5 കോടി രൂപ കിട്ടി. ഇപ്പം മാർക്കറ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറക്കോട് അനന്തരാമപുരം മാർക്കറ്റിന് 18.76 കോടി രൂപ, അടൂർ ശ്രീമൂലം മാർക്കറ്റിന് 2.5 കോടി രൂപ, അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ 2 ഘട്ടങ്ങളായി ഇപ്പം പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന് 14 കോടി രൂപ, അതിനു മുൻപ് ട്രോമാ കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കോടി രൂപ, 10 കോടി രൂപ അടൂരിലെ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം എന്നുള്ള 10 കോടി രൂപ, വീണ്ടും 6 കോടി രൂപ കൊണ്ട് 16 കോടി രൂപ. അപ്പോൾ സമസ്ത മേഖലയിലും ഫണ്ട് കിട്ടിയത് കിഫ്ബി എന്നാണ്. കിഫ്ബി എന്നൊരു ധനകാര്യ ഏജൻസിയും സംവിധാനവുമാണ് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് അടൂരിൻ്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് കിഫ്ബി പദ്ധതിയിലൂടെ അടൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപയും MLA ആസ്തി വികസന ഫണ്ട് 8 കോടി രൂപയും ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ കെട്ടിടം അത് നിർമ്മാണം പൂർത്തീകരിച്ച് സമ്പൂർണ്ണമായി അത് ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു. അടൂർ ഗേൾസ് ഹൈസ്കൂൾ, അടൂർ തൃച്ചേന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, പന്തളം തോട്ടക്കോണം സ്കൂൾ, കിഴക്കുപുറം ഹൈസ്കൂൾ ഇവ 3ഉം കിഫ്ബി പദ്ധതിയിലൂടെയാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അടൂരെ ശ്രീമൂലം മാർക്കറ്റ്
അത് കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടൂര് നഗരസഭയിൽ നമുക്കറിയാം, ആളുകൾ മരണപ്പെട്ടാൽ അവരെ സംസ്കരിക്കുന്ന സ്ഥലമില്ലാത്ത വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആധുനിക രീതിയിലുള്ള ശ്മശാനം കിഫ്ബി പദ്ധതിയിലൂടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. അടൂരെ ഫയർ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചു. അടൂർ പറക്കോട് അനന്തരാപുരം മാർക്കറ്റ് ഇപ്പോൾ പണം കിഫ്ബി അനുവദിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ കിഫ്ബിയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ, പ്രത്യേകിച്ച് ആനയടി കൂടൽ റോഡ് 110 കോടി രൂപയും ഏഴംകുളം കൈപ്പട്ട് റോഡ് 64 കോടി രൂപയും ചെലവഴിച്ചുകൊണ്ട് അത് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കായിക വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൊടുമൺ EMS സ്റ്റേഡിയത്തിലൂടെ കായിക പ്രേമികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയത്. ഇതിനു പുറമെ അടൂർ സ്റ്റേഡിയത്തിനായുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും പശ്ചാത്തല വികസനം, മാർക്കറ്റ്, സ്റ്റേഡിയം അടക്കം വലിയ മാറ്റമാണ് അടൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുമായി മാത്രമായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ ബജറ്റ് ഫണ്ടും MLA ആസ്തി വികസന ഫണ്ടും MLA സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് ഈ മണ്ഡലത്തിലൊട്ടാകെ നിരവധി പദ്ധതികൾ നടപ്പാക്കി എല്ലാ പഞ്ചായത്തിലും, ഏകദേശം 7 പഞ്ചായത്തും 2 നഗരസഭയാണ് നമ്മുടെ വിസ്തൃതി. ഇവ എല്ലാ പ്രദേശത്തും അതിന് അനുരോധമായിട്ടുള്ള വികസനം നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ആനയടി കൂടൽ റോഡ്, ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് എന്നിവയുടെ നവീകരണവും അടൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ഇരട്ടപ്പാലവും കിഫ്ബി വിഭാവനം ചെയ്ത വികസന നേട്ടങ്ങളാണ്. കിഫ്ബി ഇല്ലെങ്കിൽ കൊടുമൺ സ്റ്റേഡിയം ഇല്ല. അതുപോലെ എത്രയോ റോഡുകൾ. അങ്ങനെയാണ് മൊത്തത്തിൽ 1500 കോടിയിലധികം രൂപയുടെ പദ്ധതി കിഫ്ബിയിലൂടെ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. എത്രയോ സ്കൂളുകൾ ഹൈടെക് ആക്കി. അതുപോലെ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അടൂർ ബോയ്സ് ഹൈസ്കൂള്, അത് പെരിങ്ങനാട് ഹൈസ്കൂള്, അതുപോലെ റോഡുകൾ, മറ്റ് സ്റ്റേഡിയങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ നിരവധി പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിൽ കൂടി അടൂർ അസംബ്ലി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് അടൂരെ ഇരട്ടപ്പാലം. നമുക്കറിയാം, അടൂർ നഗരം വളരെ വാഹനങ്ങളുടെ പെരുപ്പം മൂലം വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് സഞ്ചരിക്കാനും റോഡ് ക്രോസ് ചെയ്യാനും. അവിടെ ഇപ്പോൾ ഇരട്ടപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അടൂരും പന്തളത്തും 2 ഫ്ലൈ ഓവർ റോഡ് ക്രോസ് ചെയ്ത് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനായിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു മാറ്റമാണ് അടൂർ അസംബ്ലി മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഏതാണ്ട് കിഫ്ബിയിൽ നിന്ന് മാത്രം എനിക്ക് തോന്നുന്ന ഒരു 1500 കോടി രൂപയുടെ പദ്ധതി ഇതിൽ നിന്ന് മാത്രമായിട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ വിവിധ ബജറ്റും MLA ആസ്തി വികസന ഫണ്ടും അടക്കം വലിയൊരു മുന്നേറ്റം തന്നെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വരും തലമുറയ്ക്കായുള്ള മികച്ചൊരു നിക്ഷേപമാണ് ഈ പദ്ധതികൾ. ആധുനിക സ്കൂളുകളും സ്റ്റേഡിയങ്ങളും മികച്ച ആശുപത്രികളും യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് അടൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്.